തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. നന്നമ്പ്ര പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ശല്യം രൂക്ഷമാകുന്നു. പന്നികളെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം പ്രദേശത്ത് ശക്തമാവുകയാണ്. ഏതാനും ദിവസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ വിഹരിക്കുകയാണ്. നന്നമ്പ്ര പഞ്ചായത്തിലെ വെള്ളിയാമ്പുറം, പാണ്ടിമുറ്റം, നാടഞ്ചേരി പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലാണ് പന്നിക്കൂട്ടമുള്ളത്. ഒന്നിലേറെ പന്നികളാണുള്ളത്. ഇവ കൂട്ടമായാണ് എത്തുന്നത്. കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഇവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സമീപ പഞ്ചായത്തായ ഒഴൂർ, താനൂർ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലകളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഇതോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നേരത്തെ ഒഴൂർ പഞ്ചായത്തിലടക്കം ഇവയെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകുകയും പന്നികളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെയും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ കൂട്ടമായി വരുന്ന കാട്ടുപന്നികളുടെയും തെരുവു നായകളുടെയും ശല്യം രൂക്ഷമായി തുടരുകയാണെന്ന് PDP വെള്ളിയാമ്പുറം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൃഷികളും ഉൽപ്പന്നങ്ങളും വിളകളും വൻതോതിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PDP വെള്ളിയാമ്പുറം കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് റാസിഖ് M, ബഷീർ മുസ്ലിയാർ CK, മുനീർ V എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.